എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് ബേസിക് സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടാൻ പോകുന്നത്. പിന്നെ ഒരു ചാപ്റ്റർ എടുത്ത് തീർത്തു. ഏതാണ് അത്? ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്, ആസിഡുകളും ആൽക്കലികളും. നമുക്ക് നേരെ ഇന്ന് തന്ന വർക്ക്സിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആസിഡുകളുടെയും ആൽക്കലികളുടെയും ഉപയോഗങ്ങൾ എന്തെല്ലാം? പട്ടിക പൂർത്തിയാക്കുക. ആസിഡുകളുടെയും ആൽക്കലികളുടെയും ഉപയോഗങ്ങൾ എന്തെല്ലാം? പട്ടിക പൂർത്തിയാക്കുക. What are the uses of acids and alkalis? Complete the following table. What are the uses of acids and alkalis? Complete the following table. ഇതാണ് ആസിഡിന്റെ യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പട്ടികയാക്കിയിട്ട് എഴുതാം, അല്ലാതെ എഴുതാം. It can also be used in the preservation of food. Sulfuric acid is widely used in batteries. The industrial production of explosives, dyes, paints and fertilizers involves the use of sulfuric acid and nitric acid. It can also be used in the preservation of food. Sulfuric acid is widely used in batteries. The industrial production of explosives, dyes, paints and fertilizers involves the use of sulfuric acid and nitric acid. ഭക്ഷണം ദീർഘനാൾ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിലും ഇത് ഉപയോഗിക്കാം. സൾഫ്യൂരിക് ആസിഡ് ബാറ്ററികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്ഫോടക വസ്തുക്കൾ, ചായങ്ങൾ, പെയിന്റുകൾ, രാസവളങ്ങൾ എന്നിവയുടെ വ്യാവസായിക ഉൽപാദനത്തിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ഉൾപ്പെടുന്നു. ഭക്ഷണം ദീർഘനാൾ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിലും ഇത് ഉപയോഗിക്കാം. സൾഫ്യൂരിക് ആസിഡ് ബാറ്ററികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്ഫോടക വസ്തുക്കൾ, ചായങ്ങൾ, പെയിന്റുകൾ, രാസവളങ്ങൾ എന്നിവയുടെ വ്യാവസായിക ഉൽപാദനത്തിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ഉൾപ്പെടുന്നു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആസിഡിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ആൽക്കലിനെ കുറിച്ച് പറയാം. മാനുഫാക്ചർ ഓഫ് സോപ്സ്, മാനുഫാക്ചർ ഓഫ് ഡിറ്റർജന്റ്സ് ആൻഡ് സെറാമിക് മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ പർപ്പസസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. Manufacture of soaps, manufacture of detergents and ceramic materials, industrial purposes, purification of water. സോപ്പുകളുടെ നിർമ്മാണം, ഡിറ്റർജന്റുകളുടെയും സെറാമിക് വസ്തുക്കളുടെയും നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, ജലത്തിന്റെ ശുദ്ധീകരണം. സോപ്പുകളുടെ നിർമ്മാണം, ഡിറ്റർജന്റുകളുടെയും സെറാമിക് വസ്തുക്കളുടെയും നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, ജലത്തിന്റെ ശുദ്ധീകരണം. ഇനി അടുത്ത ചോദ്യം, വീട്ടിൽ എങ്ങനെ സോപ്പ് നിർമ്മിക്കാം? കുറിപ്പ് തയ്യാറാക്കുക. വീട്ടിൽ എങ്ങനെ സോപ്പ് നിർമ്മിക്കാം? കുറിപ്പ് തയ്യാറാക്കുക. How can we make soap in our home? Prepare a short note. How can we make a soap in our home? Prepare a note. ഇതിനു വേണ്ട മെറ്റീരിയൽസ് റിക്വയർഡ്: സോഡിയം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡ 180 gram, കോക്കനട്ട് ഓയിൽ 1 kilogram, വാട്ടർ 350 milliliter, സോഡിയം സിലിക്കേറ്റ് 100 gram, സ്റ്റോൺ പൗഡർ അതായത് ടാൽക്കം പൗഡർ 100 gram. ഇതൊക്കെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് കോസ്റ്റിക് സോഡ 180 gram, കോക്കനട്ട് ഓയിൽ 1 kilogram, വാട്ടർ 350 milliliter, സോഡിയം സിലിക്കേറ്റ് 100 gram, സ്റ്റോൺ പൗഡർ അതായത് ടാൽക്കം പൗഡർ 100 gram. ഇനി നമുക്ക് ഇതിന്റെ കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. Dissolve caustic soda in water in a steel vessel. Heat is liberated when caustic soda dissolves in water. It takes 3 to 4 hours
for the solution to get cooled. When the solution cools, pour it slowly into coconut oil taken in a plastic or steel vessel and stir it. Add stone powder and sodium silicate. This is to increase the hardness and quantity of soap. Stir well till the mixture solidifies. Perfumes and dyes may be added for fragrance and attractive color. Pour the above mixture into molds. In 3 to 4 days, the mixture becomes the soap. The soap taken from molds should be used only after 2 weeks. നമുക്കതിന്റെ മലയാളം നോക്കാം. ആവശ്യമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? അതെ, സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് കാസ്റ്റിക് സോഡ 180 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, വെള്ളം 350 ml, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ അതായത് താൽക്കം പൗഡർ 100 ഗ്രാം. നമുക്ക് അതിന്റെ കുറിപ്പ് നോക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ താപം പുറത്തുവിടും. ഈ ലായനി തണുക്കാൻ 3-4 മണിക്കൂർ സമയമെടുക്കും. തണുത്ത ശേഷം ഈ ലായനി സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ എടുത്തുവെച്ച വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുക. സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടുന്നതിനാണിത്. മിശ്രിതം കട്ടിയാവുന്നതുവരെ നന്നായി ഇളക്കണം. സോപ്പിന് ആകർഷകമായ മണവും നിറവും വേണമെങ്കിൽ സുഗന്ധദ്രവ്യം, നിറം എന്നിവ ചേർക്കാം. മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വെക്കുക. 3-4 ദിവസത്തിനുള്ളിൽ മിശ്രിതം സോപ്പായി മാറുന്നു. മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത സോപ്പുകൾ 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞേ ഉപയോഗിക്കാവൂ. അടുത്തത് ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നത്. അപ്പോഴ് ഇതില് എനിക്ക് ഞാൻ കണ്ടുപിടിച്ച ആൻസർ ആണ്. നിങ്ങൾക്ക് വേറെ ആൻസർ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാട്ടോ. ഞാൻ കണ്ടുപിടിച്ച ആൻസർ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് വേറെ കിട്ടുന്നെങ്കിൽ അത് എഴുതാട്ടോ. അപ്പൊ നമുക്ക് പ്രവർത്തനം 1-ലെ ആദ്യത്തെ ചോദ്യം നോക്കാം. വീട്ടിൽ പുളി സൂക്ഷിച്ചു വെക്കാൻ ഒരു പാത്രം വാങ്ങണം. താഴെ സൂചിപ്പിച്ച പാത്രങ്ങളിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? എന്തുകൊണ്ട്? ഓപ്ഷൻസ്: സ്റ്റീൽ പാത്രം, കളിമൺ പാത്രം, അലൂമിനിയം പാത്രം, ചെമ്പ് പാത്രം. അടുത്ത പ്രവർത്തനം 2, സയൻസ് ക്ലബിൽ അവതരിപ്പിച്ച ഒരു മാജിക്. ഫിനോൾഫ്തലിൻ തേച്ചു പിടിപ്പിച്ച ഒരു ടവൽ ഉപയോഗിച്ച് വെള്ള പേപ്പർ തുടച്ചപ്പോൾ അതിൽ പിങ്ക് പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. വെള്ള പേപ്പറിൽ ആദ്യം പൂവ് വരച്ചത് താഴെ സൂചിപ്പിച്ചവയിൽ ഏത് ദ്രാവകം ഉപയോഗിച്ചായിരിക്കും? ഓപ്ഷൻസ്: നാരങ്ങ നീര്, മീഥൈൽ ഓറഞ്ച്, പാല്, ചുണ്ണാമ്പ് വെള്ളം. അടുത്ത ചോദ്യം: ഈ ദ്രാവകം ഏത് സ്വഭാവം കാണിക്കുന്നു? പകരം ഉപയോഗിക്കാവുന്ന മറ്റ് 2 ദ്രാവകങ്ങളുടെ പേര് എഴുതുക. നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ഒരു പട്ടിക തന്നിട്ടുണ്ട്. വസ്തു, നിറം, ആസിഡിലെ നിറം, ആൽക്കലിയിലെ നിറം. വസ്തു എ നിറം നീല, ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീല. വസ്തു ബി നിറം പച്ച, ആസിഡിലെ നിറം പച്ച, ആൽക്കലിയിലെ നിറവും പച്ച. വസ്തു സി നിറം ചുവപ്പ്, ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീല. വസ്തു ഡി നിറം ഓറഞ്ച്, ആസിഡിലെ നിറം ഇളം പിങ്ക്, ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞ. പട്ടിക പരിശോധിക്കൂ. ഇവയിൽ സൂചകമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏവ? എന്തുകൊണ്ട്? അടുത്ത പ്രവർത്തനം 4-ലെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്നവയിൽ pH 12 വരാൻ സാധ്യതയുള്ള വസ്തു ഏത്? ഓപ്ഷൻസ്: സോപ്പ്, തക്കാളി, പാല്, സൾഫ്യൂരിക് ആസിഡ്. രണ്ടാമത്തെ ചോദ്യം: മേശപ്പുറത്ത് അല്പം ആസിഡ് തൂവിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യും? കാരണം എന്ത്? Activity 1. You need to buy a container to keep tamarind at home. Which of the following containers do you choose? Why? Options: steel vessel, earthen pot, aluminium vessel, copper vessel. Activity 2. A magic performed at the science club.
When wiped the white paper with a towel coated with phenolphthalein, pink flowers appeared on it. Which of the following liquids is used to draw a flower first on white paper? Options: lemon juice, methyl orange, milk, lime water. Question number 2. What is the nature of this liquid? Write down the names of the other two liquids that can be used instead. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ഇവിടെ ഒരു ടേബിൾ ആണ്. സബ്സ്റ്റൻസ് എ കളർ ബ്ലൂ, കളർ ഇൻ ആസിഡ് റെഡ്, കളർ ഇൻ ആൽക്കലി ബ്ലൂ. സബ്സ്റ്റൻസ് ബി കളർ ഗ്രീൻ, കളർ ഇൻ ആസിഡ് ഗ്രീൻ, കളർ ഇൻ ആൽക്കലി ഗ്രീൻ. സബ്സ്റ്റൻസ് സി കളർ ഇൻ റെഡ്, കളർ റെഡ്, കളർ ഇൻ ആസിഡ് റെഡ്, കളർ ഇൻ ആൽക്കലി ബ്ലൂ. Substance D color orange, color in acid pale pink, color in alkali pale yellow. Observe the table. Which of these objects can be used as an indicator? Why? In activity 4, which of the following material is most likely to have pH 12? Soap, tomato, milk, sulfuric acid. ഇനി അടുത്ത last question. Some acid fell on the table. What will you do? Why? നമുക്കിതിൻ്റെയൊക്കെ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? You need to buy a container to keep tamarind at home. Which of the following containers do you choose? Why? Options: A steel vessel, B earthen pot, C aluminum vessel, D copper vessel. വീട്ടിൽ പുളി സൂക്ഷിച്ചു വെക്കാൻ ഒരു പാത്രം വാങ്ങണം. താഴെ സൂചിപ്പിച്ച പാത്രങ്ങളിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? എന്തുകൊണ്ട്? ഓപ്ഷൻസ്: എ സ്റ്റീൽ പാത്രം, ബി കളിമൺ പാത്രം, സി അലൂമിനിയം പാത്രം, ഡി ചെമ്പു പാത്രം. Earthen pot. Answer: earthen pot. The tartaric acid present in the tamarind will react with other type of pots as it is metal and causes damage. ഉത്തരം മൺപാത്രം. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടർട്ടാറിക് ആസിഡ് മറ്റു തരത്തിലുള്ള കലങ്ങളുമായി പ്രതികരിക്കും. കാരണം അത് ലോഹങ്ങളാണ്. അപ്പോൾ അതിന് നാശം സംഭവിക്കും. ഇനി അടുത്ത ചോദ്യം. സയൻസ് ക്ലബിൽ അവതരിപ്പിച്ച ഒരു മാജിക്. ഫിനോഫ്താലിൻ തേച്ചു പിടിപ്പിച്ച ഒരു ടവൽ ഉപയോഗിച്ച് വെള്ള പേപ്പർ തുടച്ചപ്പോൾ അതിൽ പിങ്ക് പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. അതിലെ ആദ്യത്തെ ചോദ്യം. വെള്ള പേപ്പറിൽ ആദ്യം പൂവ് വരച്ചത് താഴെ സൂചിപ്പിച്ചവയിൽ ഏത് ദ്രാവകം ഉപയോഗിച്ചായിരിക്കും? ഓപ്ഷൻസ്: എ നാരങ്ങ നീര്, ബി മീഥൈൽ ഓറഞ്ച്, സി പാല്, ഡി ചുണ്ണാമ്പ് വെള്ളം. എൻ magic performed at the science club. When wiped the white paper with a towel coated with phenolphthalein, pink flowers appeared on it. അതിലെ ആദ്യത്തെ ചോദ്യം. Which of the following liquids is used to draw a flower first on white paper? Options: A lemon juice, B methyl orange, C milk, D lime water. നമുക്കിതിന് ഉത്തരം നോക്കാം. ഉത്തരം ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളമാണ്. ഇനി അടുത്ത ചോദ്യം. ഈ ദ്രാവകം ഏത് സ്വഭാവം കാണിക്കുന്നു? പകരം ഉപയോഗിക്കാവുന്ന മറ്റ് രണ്ട് ദ്രാവകങ്ങളുടെ പേരെഴുതുക. What is the nature of this liquid? Write down the names of the other two liquids that can be used instead. Answer: it is alkaline. Other substances are caustic soda and caustic potash. It is alkaline. Other substances are caustic soda and caustic potash. ഇത് ആൽക്കലിയാണ്. കാസ്റ്റിക് സോഡ, കാസ്റ്റിക് പൊട്ടാഷ് എന്നിവയാണ് മറ്റു വസ്തുക്കൾ. ഇത് ആൽക്കലിയാണ്. കാസ്റ്റിക് സോഡ, കാസ്റ്റിക് പൊട്ടാഷ് എന്നിവയാണ് മറ്റു വസ്തുക്കൾ. ഇനി അടുത്ത ചോദ്യം, അതായത് പ്രവർത്തനം 3. ഈ പട്ടിക നിങ്ങൾ കണ്ടല്ലോ. പട്ടിക പരിശോധിക്കൂ. ഇവയിൽ സൂചകമായി ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ഏവ? എന്തുകൊണ്ട്? Observe the table. Which of these objects can be used as an indicator? Why?
ഉത്തരം എ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ബി അത് പ്രത്യേകിച്ച് നിറമാറ്റം കാണിക്കുന്നില്ല, അതുകൊണ്ട് ബി ഒരു സൂചകമല്ല, അതുകൊണ്ട് സി റെഡ് ലിറ്റ്മസ് പേപ്പർ, ഡി മീഥൈൽ ഓറഞ്ച്. എ നീല ലിറ്റ്മസ് പേപ്പർ, ബി പറഞ്ഞല്ലോ, ഇനി സി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ, ഡി മീഥൈൽ ഓറഞ്ച്. അപ്പോ ഇത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് ഇത് ഈ മൂന്നെണ്ണവും ആസിഡിലും ആൽക്കലിയിലും നിറമാറ്റം സംഭവിക്കുന്നുണ്ട്. ബി മാത്രം നിറമാറ്റം സംഭവിക്കുന്നില്ല, പച്ച തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ pH വാല്യൂ 12 വരാൻ സാധ്യതയുള്ള വസ്തു ഏത്? സോപ്പ്, തക്കാളി, പാല്, സൾഫ്യൂരിക് ആസിഡ്. Which of the following material is most likely to have pH value 12? Soap, tomato, milk, sulfuric acid. ഇതില് സോപ്പാണ് വരുന്നത്, ടൊമാറ്റോ ആസിഡ് ആണ്, മിൽക്കും അത് 6.5 ആണ് വരുന്നത്, സൾഫ്യൂരിക് ആസിഡ് ആണ്. സോപ്പ് മാത്രമാണ് ആൽക്കലി, അതായത് pH വാല്യൂ 12 വരുന്നത് ആൽക്കലി ആണല്ലോ, 7ൽ കുറഞ്ഞതാണ് ആസിഡ്. ഇനി അടുത്ത ചോദ്യം, മേശപ്പുറത്ത് അല്പം ആസിഡ് തൂവിപ്പോയി, നിങ്ങൾ എന്ത് ചെയ്യും? കാരണം എന്ത്? Some acid fell on the table. What will you do? Why? ഇതിന്റെ ഉത്തരം നോക്കാം. Acid spills should be neutralized with the sodium bicarbonate and then cleaned up with a paper towel or sponge. ആസിഡ് കളഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ച് നിർവീര്യമാക്കി പേപ്പർ ടവൽ അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് വൃത്തിയാക്കും. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വർക്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കുറെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്താണെന്ന് ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.